ഈ കഥ ശരിക്കും ഉണ്ടല്ലോ. ഈ കഥയ്ക്കകത്ത് കുറച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാവാത്തവരും സദാചാരവാദികൾ ആദ്യമേ ഇതിനകത്തൊന്ന് സ്കിപ്പ് ചെയ്തോണം, ഒന്നും പറയാൻ നിൽക്കരുത്. അപ്പൊ കഥ എന്താന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ശരിക്കും ഉണ്ടായ അനുഭവം. ആ സുഹൃത്തിന്റെ പ്രൊഫസറിനുണ്ടായ അനുഭവം. സംഭവം എന്താണെന്ന് വെച്ചാൽ, അവരൊരു ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു കടപ്പുറം പോലുള്ള ഏരിയയിൽ അവരിങ്ങനെ മെഡിക്കൽ ക്യാമ്പിന് പോയി. ഇവർ മെഡിക്കൽ കോളേജിന്റെ സ്റ്റുഡൻസ്. അങ്ങനെ മെഡിക്കൽ ക്യാമ്പിന് പോയപ്പോൾ അവിടെ ചെന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇപ്പം അവിടെ ഭയങ്കര ജനസംഖ്യ. അപ്പം പെട്ടെന്ന് പിള്ളേരുണ്ടാവുന്നു. അപ്പൊ അവര് വന്ന് ഇങ്ങനെ പരാതി പറഞ്ഞു, കൊച്ചുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല, കുട്ടികൾ കൂടുതലുണ്ടാവുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഈ ഡോക്ടേഴ്സ് സ്വാഭാവികമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പലതരത്തിലുള്ള ഗർഭനിരോധന മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കോണ്ടം യൂസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വിരലയിൽ കോണ്ടം അണിഞ്ഞിട്ട്, ഇതാ ഇങ്ങനെയാണ് കോണ്ടം ശരിക്കും നമ്മൾ അണിയേണ്ടത്, എന്നിട്ട് വേണം നമ്മൾ സെക്സ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോൾ വിരലയിൽ ഇട്ട് അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പൊട്ടിക്കേണ്ടത്, അതിനകത്ത് നഖം കൊള്ളാൻ പാടില്ല, അതിനകത്ത് തുളയുണ്ടാകാൻ പാടില്ല, അതിങ്ങനെ വിരലയിൽ ഇട്ട് കാണിച്ചു കൊടുത്ത് അവര് വളരെ ഹാപ്പിയായി. ആണുങ്ങളെ മൊത്തം എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിട്ടത് കൃത്യമായിട്ട് അവിടെ വലിയൊരു ക്യാമ്പ് പോലെയൊക്കെ നടത്തി കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടൊരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഇതുപോലെ തന്നെ ചെല്ലുമ്പം ഈ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സാറേ 5 വിരലയിലും കോണ്ട ഇട്ട് നോക്കിയിട്ടും പിള്ളേരുണ്ടാവുക, എന്നാ ചെയ്യണമെന്ന് ഇപ്പോഴും അറിയാൻ മേലെന്ന്. എന്ത് ചെയ്യുമല്ലേ? എന്നാ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാ ശരിയെങ്കിൽ.